ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ, ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ, അവരെ കണികാണൽ, അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ്. ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം. അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രമൃഗം, പക്ഷി, വൃക്ഷം, ഗണം, ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല. അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുവർദ്ധനകരവുമാണ്. നക്ഷത്രവൃക്ഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ്. തിരുവാതിര നക്ഷത്രക്കാർ വ്യത്യസ്ത ശരീരികളായിരിക്കും. കൃഷഗാത്രന്മാർ മുതൽ ഭീമകായന്മാർ വരെ ഇവരിൽ പെട്ടിരിക്കും. ഇവർക്ക് ഒരു വിശേഷതയുള്ളത് എല്ലാ വിഷയങ്ങളിലും പൊതുവെ ശോഭിക്കുമെന്നുള്ളതാണ്. ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെ ആയാലും അവയുടെ ഗുരുലഘത്വത്തെപ്പറ്റി കണക്കാക്കാതെ ഏതും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യും. പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർ സമ്പാദിക്കും. എന്നാൽ അതിന് അനുസരണമായ പ്രസക്തിയോ പ്രതാപമോ അഭിവൃദ്ധിയോ ഇവരിൽ കാണുന്നില്ല. അന്യന്മാരുമായുള്ള ബന്ധുത്വം, സൗഹൃദം എന്നീ ബന്ധങ്ങളിലെല്ലാം അവർ അസാമാന്യമായ ആത്മാർത്ഥമുള്ളവരായിരിക്കുമെന്നുള്ളതിനാൽ ഇവരോട് ഇടപെടുക എന്നുള്ളത് ഹൃദ്യവും സന്തോഷകരവുമായിരിക്കുകയേ ഉള്ളൂ. പക്ഷേ നിസാര കാരണം മതി ഇവർ ക്ഷതപ്പെടാൻ. സരസത പോലെ തന്നെ വിരസതയും ഇവരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടെന്ന് വരും. എന്നാൽ ഒരു ഗുണം കൂടി ഇവർക്കുണ്ട്. പരിതസ്ഥിതി മാറിയെന്ന് വരട്ടെ, കോപമെല്ലാം മറന്ന് സൗഹൃദഹസ്തം നീട്ടിയെന്നും വരും. ഇത് കാരണം ഇവർ സംഘജീവിതത്തിൽ പ്രശസ്തന്മാരായിത്തീരുന്നു. പലരും കൂടുന്ന സദസ്സിൽ ഇവർ എല്ലാവരെയും രസിപ്പിക്കുന്നതിനും എല്ലാവർക്കും സഹായം ചെയ്യുന്നതിനും വിരുദ്ധന്മാരാണ്. സഹകരണ ബുദ്ധി ഇവരിൽ പരിപുഷ്ടമായി കാണാറുണ്ട്. ഫലിതം പറയുന്നതിനും വേണ്ടി വന്നാൽ അല്പമെല്ലാം പ്രയോഗിക്കുന്നതിനും ഇവർക്ക് താല്പര്യം ഒന്നു വേറെ തന്നെയാണ്. ഇവർ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരല്ല. തിരുവാതിര നാളുകാർ സ്ഥിരമായ എന്തെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര ചെയ്യുന്നവരല്ല. തൊഴിൽപരമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകും. പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. ഇവരുടെ വിജ്ഞാന സമ്പാദനമെല്ലാം ഏതാണ്ട് കുടത്തിലെ വിളക്കുപോലെ കരുതുന്നതായിരിക്കും ശരി. എന്തുകൊണ്ടെന്നാൽ ഇവർ സമ്പാദിക്കുന്ന പൊതുവിജ്ഞാനത്തിനനുസരിച്ചുള്ള പ്രസക്തിയോ ഉത്കർഷമോ ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. അന്യന്മാരുടെ മുമ്പിൽ തലകുനിച്ച് ബഹുമാനാദരവുകൾ പ്രകാശിപ്പിക്കുവാൻ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും. ഒരുപക്ഷെ ഇതായിരിക്കും ഇവരുടെ പുരോഗതിക്ക് പ്രധാനമായ പ്രതിബന്ധമായി തീരാവുന്നത്. അഭിമാനം, ആത്മബലം ഇവയെക്കുറിച്ചുള്ള ബോധം ഇവരെ പല വൈതരണികളിലും ചാടിച്ചെന്ന് വരാം. സൗഹൃദത്വവും യുക്തിയുക്തവുമായി സംസാരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും. മെച്ചമായ ശാസ്ത്രീയ വിഷയത്തിലുള്ള ഗവേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരിക്കും. വ്യാപാരങ്ങളിലും ഇവർക്ക് പരാജയം സംഭവിക്കാറില്ല. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമാണ്. ആത്മാർത്ഥതയും നിഷ്പക്ഷതയും നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങൾ മാത്രമേ ഈ രംഗത്തിൽ ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ. തിരുവാതിര നാളുകാർക്ക് കാണുന്ന മറ്റൊരു വിശേഷം ഏത് കാര്യത്തിലും ഒന്നുപോലെ രണ്ട് ഉദ്ദേശങ്ങൾ കാണുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും ഇത് തന്നെ. എന്ത് പ്രവൃത്തിയിലേർപ്പെട്ടാലും അതോടുകൂടി തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി നിർവഹിക്കാൻ ശ്രമിക്കും. ഒരു യാത്ര ചെയ്താൽ രണ്ടിൽ കുറയാത്ത ഉദ്ദേശങ്ങൾ സാധിക്കുമെന്നായിരിക്കും ഇവരുടെ ആഗ്രഹം. അതനുസരിച്ചായിരിക്കും പ്രവർത്തനവും. സൗഹൃദരോട് സ്നേഹപൂർവ്വം ഇടപെടുകയും അങ്ങനെയുള്ളവർക്ക് കലവറ കൂടാതെ സഹായം എത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ. തിരുവാതിര നാളുകാരിൽ ഭൂരിപക്ഷം പേരും പൊതുവെ ഗർഭിഷ്ഠന്മാരും ഉപകാരസ്മരണയില്ലാത്തവരുമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ സാത്വികന്മാരാണെന്ന് നടിക്കുവാനും ഇവർ മടിക്കില്ല. സ്വഭാവസ്ഥിരത കുറയും. അതുകൊണ്ട് ചിലർ ചപലന്മാരാണെന്നുള്ള പേര് സമ്പാദിക്കുകയും ചെയ്യും. പ്രായേണ ഇവരിലധികം പേരും സഞ്ചാരശീലന്മാരായിരിക്കും. സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസ്ഥലത്ത് താമസിക്കുന്നതിലാണ് ഇവർക്ക് ഇഷ്ടമുള്ളത്. പക്ഷേ സഞ്ചാരവും വിദേശ വാസവുമാണ് ഇവർക്ക് ഗുണകരമായി തീരുന്നത്. ഏതാണ്ട് 31 മുതൽ 42 വയസ്സിന് അകമാണ് ഇവരുടെ സുവർണകാലം ആരംഭിക്കുന്നത്. അഥവാ
32 മുമ്പ് അഭിവൃദ്ധി ഉണ്ടായിരിയാൽ തന്നെയും പ്രസ്തുത കാലഘട്ടത്തിന് ശേഷമേ അവയ്ക്ക് സ്ഥിരീകരണമുണ്ടാകുകയുള്ളൂ. വിവാഹ ജീവിതം തന്നെ അധികവും താമസിച്ചാണ് കണ്ടുവരാറുള്ളത്. മുൻകൂട്ടി വിവാഹം നടന്നാൽ തന്നെയും അഭിപ്രായ വൈരുദ്ധ്യം കൊണ്ടോ മറ്റ് കാരണവശാലോ വേർപെട്ട് താമസിക്കുവാൻ ഇടയാകുകയും ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അവയൊന്നും പ്രകടമാക്കാതെ പ്രസന്നചിത്തന്മാരായി പൊതുജനരംഗത്ത് പ്രത്യക്ഷപ്പെടും. ഈശ്വരഭക്തിയോടൊപ്പം ഫലിതം പറച്ചിലും ഇവരെ പിന്തുടരുന്നതാണ്. തിരുവാതിര നാളുകാർ പ്രത്യേകം ഭയപ്പെടേണ്ട ചില രോഗങ്ങളുണ്ട്. വാതരോഗം, ഹൃദ്രോഗം, ദന്തരോഗം ഇവയെല്ലാമാണത്. വിവാഹ ജീവിതത്തിൽ തിരുവാതിര നാളുകാർ പ്രായേണ വിജയികളായിരിക്കും. സാമ്പത്തികമോ വിദ്യാപരമോ സൗന്ദര്യപരമോ ആയ എന്തെങ്കിലും ഒരു വൈശിഷ്ട്യം അഭിമാനകരമാം വിധം ഈ നാളുകാരുടെ വിവാഹത്തിനുണ്ടാകുമെന്നതാണ്. ഭോഗസുഖം വേണ്ടത്ര സിദ്ധിക്കുകയും ചെയ്യും. ഭാര്യമാർക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ വയ്ക്കാൻ സാധിക്കുന്നു. ഈ നക്ഷത്രത്തിൽ വിദ്യാരംഭം ചെയ്യുന്നത് നല്ലതാണ്. വ്യവകാരം തുടങ്ങുന്നതിനും അഗ്നി കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും ഈ നക്ഷത്രം നല്ലതാകുന്നു. രാഹുർ ദശയിൽ ജനനം, തുടർന്ന് വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ. പ്രതികൂല നക്ഷത്രങ്ങൾ: പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ശനി, കേതു, സൂര്യൻ എന്നീ ദശകളിൽ ഇവർ വൃതിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. ഇവർ രാഹുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാണ്. ജന്മനക്ഷത്ര ദിവസം സർപ്പ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. തിരുവാതിര, ചോതി, ചതയം നാളുകളിൽ രാഹു പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സർപ്പക്കാവിൽ കരിമരം വെച്ചു പിടിപ്പിക്കുക. രാശാധിപനായ ബുധന്റെ പ്രീതിക്കുള്ള കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. കറുപ്പ്, കടും നീല എന്നീ നിറമുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ശുഭമായിരിക്കും. നക്ഷത്രമൃഗം പക്ഷി. വൃഷം കരിമരം, ഗണം മനുഷ്യഗണം, യോനി സ്ത്രീയോനി, പക്ഷി ചകോരം, ഭൂതം ജലം. എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊള്ളുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇനി ഇതുപോലുള്ള അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരെ.